Hi everyone, welcome to Workie's English Learning. ഈ വീഡിയോയിൽ കൈൻഡ്സ് ഓഫ് സെന്റൻസസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നോക്കുന്നത്. ബേസ്ഡ് ഓൺ പേർപ്പസ് അല്ലെങ്കിൽ ഫംഗ്ഷന്റെ ബേസിസിൽ സെന്റൻസസിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്യാം. ഡിക്ലറേറ്റീവ് ഓർ അസർട്ടീവ്, ഇന്ററോഗേറ്റീവ്, ഇംപെറേറ്റീവ്, എക്സ്ക്ലമേറ്ററി. ആദ്യം തന്നെ ഡിക്ലറേറ്റീവ് ഓർ അസർട്ടീവ് സെന്റൻസ് എന്താണെന്ന് നോക്കാം. ഡിക്ലറേർ എന്ന് പറയുന്ന ലാറ്റിൻ ടേമിൽ നിന്നാണ് ഡിക്ലറേറ്റീവ് എന്ന് പറയുന്ന വാക്ക് ഉണ്ടായത്. അതിന്റെ മീനിങ് ടു മേക്ക് ക്ലിയർ എന്നാണ്. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഐ എം യുവർ ടീച്ചർ. ഇതൊരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഇതൊരു ഫാക്റ്റ് ആണ്. ഇതേപോലെ ഫാക്ട്സ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഒപ്പീനിയൻസ് ഒക്കെ പറയാൻ യൂസ് ചെയ്യുന്ന സെന്റൻസ് ആണ് ഡിക്ലറേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. അത് എൻഡ് ചെയ്യുന്നത് ഒരു ഫുൾ സ്റ്റോപ്പിലാണ്. ഇനി രണ്ടാമത്തത് ഇന്ററോഗേറ്റീവ് സെന്റൻസസ്. അതെന്തിനാ യൂസ് ചെയ്യുന്നത്? ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. ഏതൊരു ക്വസ്റ്റ്യനും, ഇപ്പോൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, അതല്ലാതെ WH ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, ഏത് ക്വസ്റ്റ്യൻസും ചോദിക്കുമ്പോൾ അത് ഇന്ററോഗേറ്റീവ് സെന്റൻസിലാണ് ചോദിക്കുക. ഇവിടെ എക്സാമ്പിൾ നോക്കാം. വാട്ട് ഈസ് യുവർ നെയിം? പേരെന്താണെന്ന് ചോദിക്കുന്ന ആ ഒരു ക്വസ്റ്റ്യൻ ഏത് സെന്റൻസിലാണ്? ഇന്ററോഗേറ്റീവ് സെന്റൻസിലാണ്. ഇത് എൻഡ് ചെയ്യുന്നത് എൻഡ്സ് വിത്ത് ക്വസ്റ്റ്യൻ മാർക്ക്. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ചെറുപ്പം മുതൽ നമുക്ക് അറിയുന്ന കാര്യമാണ്. ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അത് എൻഡ് ചെയ്യേണ്ടത് എന്തിലാണ്? ക്വസ്റ്റ്യൻ മാർക്കിലാണ്. അടുത്തത് ഇംപെറേറ്റീവ്. ഇന്ററോഗേറ്റീവും ഇംപെറേറ്റീവിലും തമ്മിൽ തെറ്റിപ്പോകരുത്. ഇംപെറേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്വസ്റ്റ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു ഓർഡർ ഒരു കമാൻഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ഇംപെറേറ്റീവ് സെന്റൻസസ്. പ്ലീസ് കം ഹിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റിക്വസ്റ്റ് ആണ്. കം ഹിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഓർഡർ ആണ്. അപ്പോൾ റിക്വസ്റ്റും ഓർഡറും ഇൻസ്ട്രക്ഷനും ഒക്കെ ഒറ്റ ഒരു പോയിന്റിൽ വരുന്നതാണ്, ഇംപെറേറ്റീവ് സെന്റൻസസിൽ വരുന്നതാണ്. അത് എൻഡ് ചെയ്യുന്നത് ഫുൾ സ്റ്റോപ്പിൽ തന്നെയാണ്. ലാസ്റ്റ് വൺ ആണ് എക്സ്ക്ലമേറ്ററി. എക്സാമ്പിൾ നോക്കിയേ. വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ. ഒരു നല്ലൊരു ഡേ ആണെങ്കിൽ നമ്മൾ അതിങ്ങനെ ആ ഒരു എക്സ്പ്രസ് ചെയ്യുക, ഒരു ഫീലിംഗ്, ആ ഒരു ഇമോഷൻ നമ്മൾ എക്സ്പ്രസ് ചെയ്യാനായിട്ട് വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ എന്ന് പറയും അല്ലെ. അത് എൻഡ് ചെയ്യുന്നത് ഒരു എക്സ്ക്ലമേഷൻ മാർക്കിലാണ്. അങ്ങനെ നമ്മുടെ ഒരു സഡൻ ഇമോഷൻ, നമ്മുടെ ഒരു ഫീലിംഗ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ സെന്റൻസിനെ എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറയും. സോ താങ്ക് യു ഫോർ വാച്ചിങ്.